ഹലോ ഗേയ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ്റെ റോസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. ചിക്കൻ പൊരിച്ചാണ്ട് എങ്ങനെ റോസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാന്നുള്ള ആ ഒരു വീഡിയോസാണ് കേട്ടോ നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ അത് ചെയ്യണത് നോക്കാം. ഞാൻ എൻ്റെ മോളെ കൊണ്ടാണ് കേട്ടോ ചെയ്യിക്കണത്. കാരണം നമ്മളെപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ നിന്നാൽ ഓൽക്കത് കഴിക്കുക എന്നുള്ളതുള്ള അറിയാം. അപ്പോൾ നമ്മളെന്താട്ടണം, നമ്മളെ മക്കളൊപ്പം നിന്നുകൊണ്ട് ഓൾക്ക് പറഞ്ഞു കൊടുക്കണം ആദ്യം തന്നെ. ഓല ഒറ്റക്കാക്കിയിട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല. പിന്നെ അതിൽ ഉപ്പേറി മുളക് കയറി തന്നെ നമ്മൾ കച്ചറുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ ഓലൊപ്പം നിന്നുങ്ങാണ്ട് ഇതിക്ക് ഇന്നത് ഇടുക എന്ന് പറഞ്ഞുങ്ങാണ്ട് എല്ലാതും ഇടണതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഓലെ കൊണ്ട് ചെയ്യിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ മോളെ കൊണ്ടാണ് ഞാനിന്ന് ഈ ചിക്കന് കായം കൂട്ടിക്കണത് കേട്ടോ, മാഗ്നേറ്റ് ചെയ്യണത്. അപ്പോൾ നോക്കട്ടെ നമുക്ക് എന്തൊക്കെ ഇടണമെന്നുള്ളത്. അപ്പോൾ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിക്കണ്. അപ്പോൾ ഒരു പാത്രം എടുത്താണ്ട് അതിക്ക് ഒരു 2 സ്പൂൺ മുളകും പൊടി ഇട്ടിക്കണം കേട്ടോ. വലിയ എരിവുള്ളതല്ല, നല്ല എരിവുള്ളതൊക്കെയാണെന്ന് വെച്ചാൽ 1.5 സ്പൂണൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിക്കണം കേട്ടോ. ഒരു 3/4 കിലോ ചിക്കനാണ് ഇട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ടത്. പിന്നെ നമ്മളെ ചിക്കൻ മസാലേൻ്റെ പൊടി കേട്ടോ. ചിക്കൻ മസാലേൻ്റെ പൊടി നമുക്കൊരു സ്പൂൺ ഇടാം. അപ്പോൾ അങ്ങനെ ചിക്കൻ മസാലേൻ്റെ പൊടി ഒരു സ്പൂൺ ഇട്ടിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിക്ക് കോൺഫ്ലവറിൻ്റെ പൊടിയായിട്ട് ഇടുന്നത്. കോൺഫ്ലവറിൻ്റെ പൊടി ഒരു 2 സ്പൂൺ ചേർക്കാം കേട്ടോ. 2 സ്പൂൺ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി പിന്നെ കാശ്മീരി മുളകും പൊടി കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാശ്മീരി മുളകും പൊടി ഇട്ടിക്കണം. അപ്പോൾ നമ്മളെ മസാലപ്പൊടികളൊക്കെ പാത്രത്തിൽ ഇട്ടിട്ടോ. ഇനി നമുക്ക് എന്തോളം ചെയ്യണമെന്ന് നോക്കട്ടോ. ഞങ്ങൾ ചിക്കൻ കായം കൂട്ടുന്നതും ചിക്കൻ പൊരിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താണ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനേ മക്കളെ കൊണ്ട് കാണിക്കണം എന്താ വെച്ചാൽ നമ്മളെ മക്കൾക്ക് ഒക്കെ ഇതൊരു പ്രചോദനമാവും കേട്ടോ. കാരണം ചിക്കൻ പൊരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ചിക്കൻ പൊരി ആർക്കും ഇഷ്ടമില്ലാത്തതായിട്ടുണ്ടാവില്ല. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ കൂടുതൽ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഓർക്ക് ചെയ്ത് കണ്ട് കാണിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അല്ലാതെ പയർ വെക്കാനും ഉള്ളി വലിച്ചാനും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്ര ഒരു ഇതുണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചിക്കൻ പൊരിച്ചാനും ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടമുള്ളൊരു സംഭവം കൂടി ആകുമ്പോൾ പെട്ടെന്നായിക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മളെ മക്കൾക്ക് അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചേലായി കൊടുത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിച്ചിട്ടോ. കാരണം അവർക്ക് എപ്പോഴത് ഉണ്ടാക്കേണ്ട ആവശ്യം വരുമോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും പല സമയത്തായിട്ടും ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരത്തെ ഫുഡിനായിട്ട് നമ്മളാരും കുടുങ്ങാൻ പാടില്ല. സ്വയം ഉണ്ടാക്കാൻ വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രീതി ഒഴിവാക്കിയിട്ട് നമ്മൾ ഓലൊപ്പം നിന്നിട്ട് കുറച്ചൊക്കെ നമുക്ക് ഓൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് എല്ലാവരും ചെയ്യിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ചിക്കനും എല്ലാ മസാലപ്പൊടികളും ഒക്കെ നല്ലോണം ഇട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. ഇനി എനിക്ക് പാരണമെന്ന് വെച്ചാൽ സോയാ സോസാണ് കേട്ടോ. സോയാ സോസ് കുറച്ച് മുന്നേ തന്നെയാണ് പാരേണ്ടിയത്. നമ്മൾ ആ മാഗ്നേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് പാരേണ്ടത് കേട്ടോ. ഞാൻ പാരാനും എടുക്കാനും മറന്നതാണ്. അപ്പോൾ അത് സോയാ സോസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. നല്ല രീതിക്ക് സോയാ സോസ് പാർന്നതിന് ശേഷം നമ്മൾ നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ലോണം കുഴച്ചിട്ട് റെഡിയാക്കിയിട്ട് ഈ ചിക്കനിൽ എല്ലാ ഭാഗത്തും എത്തിക്കുന്നുള്ള ഉറപ്പ് വരുത്തുക കേട്ടോ. എന്തെങ്കിലുമുള്ളത് പൊരിച്ചുമ്പോഴൊക്കെ എല്ലായിടത്തും ആവുക. അല്ല അതിൻ്റെ എല്ലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ മസാല ചെന്നിട്ടില്ലെങ്കിൽ അവിടെ ഒരു വെളുത്തുകൊണ്ട് കിട്ടോ. അപ്പോൾ നമ്മൾ ലേശം കളർ പൊടി കൂട്ടിക്കുന്നുണ്ടോ. നമ്മൾ നേരത്തെ ഇടാൻ വേണ്ടി മറന്നതാണ്. അവനൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അത്ര നല്ല സാധനങ്ങളൊന്നുമല്ല. പക്ഷെ കാണാനൊരു ഷോക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കാന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ്റെ കളറ് അതിക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഉഷാറാക്കിയിട്ട് ഒന്നുകൂടി ഓള് മാഗ്നേറ്റ് ചെയ്താണ് വെച്ചിരിക്കണം കേട്ടോ. നല്ലോണം കുഴച്ചുകൊണ്ട് റെഡിയാക്കിയിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ചട്ടി തീം വെച്ചാണ്ട് അതിൽ പാകത്തിന് എണ്ണയും പാർന്നുകൊണ്ട് ഓയിലാട്ടോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതിക്ക് ഓരോ കഷ്ണം ഓളനെയാണ് ഇട്ടിട്ടുള്ളത്. നമ്മളെ മക്കൾ ഗ്യാസിൻ്റെ അടുത്തൊക്കെ ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഓരിഞ്ഞിപ്പോൾ +1 +2 പഠിക്കണ കുട്ടികളാണെങ്കിൽ അത്ര 17-18 വയസ്സായ കുട്ടികളാണെങ്കിൽ ഓൽക്കത് അറിയാലോ. അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് പാടില്ല കേട്ടോ. ഫസ്റ്റൊക്കെ ഓരോ അടുപ്പത്തേക്ക് വരുമ്പോൾ ഓൽക്ക് അതിൻ്റെ തീയിൻ്റെ കണക്ക് കാര്യങ്ങൾ, കൈക്കൽ തുണി അതൊക്കെ പിടിച്ചുമ്പോൾ അതിന്മേൽ തീ കത്തണത്, അപ്പോൾ അങ്ങനത്തെ അപകടങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മളെ മക്കളെ അടുപ്പത്തേക്ക് ആക്കാൻ. അപ്പോൾ അങ്ങനെ
ചിക്കന് ഇവക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓളെ കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിച്ചതിനോട് പിന്നെ ഒക്കെ അതൊക്കെ അറിയും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നമ്മളെ ചട്ടിയിൽ നിരത്തി വെച്ചിക്കണ്. അപ്പോൾ അതിക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ടീന് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഇട്ടാൽ വേറെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളൊരു ഭാഗം മറിച്ചിട്ട് 2 ഭാഗവും പൊരിഞ്ഞിപ്പോൾ ഓരോന്ന് കോരൽ തുടങ്ങിയിട്ടോളൂ. നമ്മൾ ആ ഒരു സോയാ സോസ് ഉണ്ടല്ലോ പാർന്നാൽ എന്താ പറയുക ഇങ്ങനെ ഇതേപോലെ അത് കരിഞ്ഞതൊന്നുമല്ല കേട്ടോ. നല്ലൊരു മുരുമുരുപ്പാണത്. എനിക്കിഷ്ടമാണ് കേട്ടോ അത്. നല്ലൊരു ഗ്രേവി മോഡലായിട്ട് ഇങ്ങനെ നിൽക്കുകയുമേ. അതാണ് നമ്മളെ സോയാ സോസ് പാർന്നാലുള്ള ആ ഒരു ഗുണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇനി നമ്മളൊക്കെ ചിക്കനൊക്കെ പൊരിച്ച് കോരിയ ചട്ടി ഉണ്ടല്ലോ അതിൽ കുറച്ച് എണ്ണ ഉണ്ട്. അപ്പോൾ അതിക്ക് നമ്മൾ വല്യുള്ളി ഇടുകയാണ് കേട്ടോ. വല്യുള്ളി ഇട്ടുകാണ്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് വാടി വരണം. അത് നല്ല വാടുമ്പോഴുള്ള നമ്മൾ ആ റോസ്റ്റിന് രസം ഉണ്ടാവും കേട്ടോ. മറ്റേ ഉള്ളി ഇങ്ങനെ ഒരു ചതഞ്ഞ് കടിച്ചു കൊണ്ടേക്കാരം. അങ്ങനെ ആവരുത് കേട്ടോ ഒരിക്കലും. ഓക്ക് റോസ്റ്റ് ഒന്നും വേണ്ട ഇറങ്ങാണ്ട് ഓക്ക് ചിക്കൻ പൊരിച്ചതും ചോറും മതി ഇറങ്ങാണ്ട് അവിടെ വിളമ്പി വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ റോസ്റ്റ് എനിക്കാണ് ഇഷ്ടം കേട്ടോ. ഉള്ളി വാട്ടിയൊക്കെ ഇട്ടുകൊണ്ട് ഓക്ക് അച്ചൽക്ക പൊരിച്ചത് കൂട്ടിയാണ്ട് ചോറ് തിന്നാനാണ് ഇഷ്ടം. വേറെ രസമാണല്ലേ. നിങ്ങളൊക്കെ തിന്നലുണ്ടോയെന്നാവട്ടെ അങ്ങനെ. ഈ വെളിച്ചെണ്ണയും ഉപ്പും വെറും ചോറ്റിക്ക് പാർന്നുകൊണ്ട് ഇതേപോലെ ചിക്കൻ പൊരിച്ചതാണെങ്കിലും മീൻ പൊരിച്ചതാണെങ്കിലും ഒക്കെ കൂട്ടി തിന്നണതേ അത് വേറൊരു ടേസ്റ്റാണ്. ഞങ്ങളിടയ്ക്കൊക്കെ അങ്ങനെ കഴിക്കലുണ്ട് കേട്ടോ. അതിക്കൊരു സമ്മതി കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ തക്കാളിയും പാടെ ഇട്ടിക്കണം കേട്ടോ. തക്കാളിയും കൂടെ ഇട്ടുകൊണ്ട് ഇനി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെക്കുമ്പോൾ ആ തക്കാളിയും ഉള്ളിയും ഒരു ഗ്രേവി മാതിരി ആ തക്കാളിത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയാണ്ട് നല്ലൊരു കുഴഞ്ഞ രീതിക്കായിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ അതോളം നമ്മളൊന്ന് ഇളക്കി റെഡിയാക്കി ഞാണ്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ഇട്ടുക മസാലയ്ക്കുള്ള മഞ്ഞൾപ്പൊടി ആയിട്ട് ഇടുന്നത്. നമ്മൾ എത്രയാണോ ഉള്ളി എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഒരു 1/2 ടീസ്പൂണാണ് ഇപ്പോൾ ഇടാൻ പറഞ്ഞത് മഞ്ഞൾപ്പൊടി. ഏറരുത് കേട്ടോ. ഒന്നും വേറെ ഒക്കെ ഒരു ചമർപ്പും മാതിരിയേക്കാരം ഒക്കെ ഒരു പാകത്തിന് ഇടുക. അപ്പോൾ എത്രയാണോ നമ്മൾ ഉള്ളി എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചാണ് ഇടുക. ഞാൻ 2 ഉള്ളിയാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിക്കൊരു 1/2 സ്പൂൺ തേച്ചില്ല കേട്ടോ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി എരിവിന് കേട്ടോ. കാരണം നമ്മൾ ചിക്കനിലല്ലേ മുളകാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഉള്ളിയിൽ കുറച്ചൊരു എരിവാണ് ഉള്ളിയിലും തക്കാളിയിലും. അപ്പോൾ അതിക്കൊരു 1/2 സ്പൂണിലേറെ കുറച്ചും കൂടി ഇട്ട് കേട്ടോ മുളകും പൊടി. അപ്പോൾ അങ്ങനെ എല്ലാതും ഇട്ട് പിന്നെ നമ്മൾ ആ പൊരിച്ച ചിക്കനും ഇട്ടാണ്ട് ഇളക്കിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കിയാണ്ട് ഒക്കെ യോജിപ്പിച്ച് വെച്ചിക്കണ്. അപ്പോൾ ഇനി ഒന്നും കൂടി ഇങ്ങനെ അടച്ച് വെക്കുക. ഇങ്ങനെ അടച്ച് വെച്ചാൽ എന്താണെന്നറിയോ ഒന്നും കൂടിയും ആ ചിക്കനക്കും പാടെ ആ ഉള്ളിൻ്റെയും തക്കാളിൻ്റെയും ഗ്രേവി ഇറങ്ങും കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് നമ്മൾ ചോറ് വിളമ്പിയാണ്ട് ചോറ്റിൻ്റെ സൈഡ് കൂട്ട് കുഴച്ചൊന്ന് തിന്നാണ്ടല്ലോ അടിപൊളിയായി. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.